അച്ഛന്മാരെയും കുടുംബത്തെയൊക്കെ ഇടയാക്കി വളരെ ഭംഗികരമായ രീതിയിൽ ദൈവികമായ ശുശ്രൂഷകൾ നടത്തുന്നു. അനേക വ്യക്തികളെ ദൈവപാതയിലേക്ക് വിളിച്ച് കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ടവരെ അതിശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ നിങ്ങളേവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് പലവിധമായ ബന്ധപ്പാടുകളുടെ മധ്യത്തിൽ ആ ബന്ധപ്പാടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ ഈ ചൂടത്തും ഈ വ്യത്യസ്തമായ സാഹചര്യത്തിലും കടന്നു വരുവാനായിട്ട് ഇടയായിരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവവചനത്തെക്കുറിച്ച് ആരായുവാൻ അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാൻ താല്പര്യമുണ്ടാകുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊക്കെയും ദൈവം ആ താല്പര്യം നൽകിക്കൊണ്ട് നിങ്ങളൊക്കെയും ദൈവത്തെ സ്നേഹിക്കുന്നു. അനേക വിഷയങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ പഠിക്കുവാനായിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, നമുക്ക് ലഭിക്കുന്ന സമയം എന്നുള്ളത് വളരെ പരിമിതമായ സമയമാണ്. ആ സമയത്തിനുള്ളിൽ വലിയ വിഷയങ്ങളൊന്നും നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇന്ന് രാത്രി സമയത്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, അത് വിശ്വാസത്തിൽ ബലപ്പെട്ടിരിക്കുന്നവരാകട്ടെ, വിശ്വാസത്തിൽ ബലഹീനരായിരിക്കുന്നവരായിക്കൊള്ളട്ടെ, എല്ലാവർക്കും ഒരുപോലെ പ്രചോദനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നതായ നിലയിൽ നാം ദൈവവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ദൈവത്തിന് നമ്മോടുള്ള ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ച് അതിൽ നമ്മൾ ആ ദൈവം എത്രത്തോളം നമ്മെ കരുതുന്നു, എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാൻ ഇടയായിട്ട് തീരുവാൻ ഇടയാകട്ടെ. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ സഹോദരൻ വളരെ നല്ല രീതിയിലാണ് ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നാൽ ആവുന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളാൽ ആവുന്ന നിലയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മറ്റു ചില സ്പെഷ്യാലിറ്റീസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രത്യേകതയും ആ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മോടുള്ള ബന്ധത്തിൽ അപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ സ്നേഹത്തിൻ്റെ, ആ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയതിന് ശേഷം അതിൻ്റെ തുടർമാനമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം നമുക്കൊന്നെടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം. അതിൻ്റെ 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം സ്നേഹിച്ചു. നോക്കുക, ഒരു വലിയൊരു കൂട്ടം ജനം അവർ ആശ്ചര്യപ്പെടുകയാണ്, അത്ഭുതപ്പെടുകയാണ്. അത്ഭുതപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരൊറ്റ കാരണമേ ഉള്ളൂ. യേശു സകലവും നന്നായി ചെയ്യും. അവരുടെ കഴിഞ്ഞ നാളുകളിലെ വീക്ഷണത്തിൽ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, അവർ പിന്നീട് അത് അനുഭവസ്ഥരായി തീർന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നാം വായിച്ചത്. ആ സാക്ഷ്യം ഇപ്രകാരമാണ്: അവൻ സകലതും നന്നായി ചെയ്യും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പ്രാരംഭത്തിൽ പറഞ്ഞത്, പ്രിയ ദൈവദാസൻ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളൊക്കെയും നന്നായിട്ട് പല കാര്യങ്ങളും ചെയ്തതാണ്. എന്നാൽ നമുക്ക് സകലതും നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് ആർക്കും തന്നെ സകലതും നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. നന്നായിട്ട് പാടുന്നവരുണ്ട്, അവർക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ സാധിക്കണമെന്നില്ല. നന്നായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്, അവർക്ക് നന്നായിട്ട് പാടുവാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ തന്നെ നന്നായിട്ട് പാടുവാനും പ്രസംഗിക്കുവാനും മറ്റ് പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നവരുണ്ട്, അവർക്ക് ഇത്രമാത്രം കാര്യങ്ങളെ കോർഡിനേഷൻ ചെയ്യുവാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഓരോരുത്തർക്ക്
ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകൾ, വ്യത്യസ്തമായ ടാലന്റുകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ സകലതും നന്നായി ചെയ്യുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സകലതും നന്നായി ചെയ്യുന്നവരായിട്ടുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് അതിൻ്റെ 31-ാമത്തെ വാക്യം മുതൽ അവിടെ പറഞ്ഞു വരുന്നുണ്ട്. അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ഡക്കപ്പുൽ ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരെ കൂട്ടിപ്പോയി അവൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കടന്നു വന്നു സൗഖ്യം ലഭിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആ വ്യക്തിയെ ചിലർ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ മുന്നിൽ വച്ചപ്പോൾ, അവനോട് അപേക്ഷിച്ചപ്പോൾ, ആ കർത്താവായ യേശു ക്രിസ്തു ഈ വിക്തനായ ചെകിടനായിട്ടുള്ള വ്യക്തിയെ മാറ്റിക്കൊണ്ടുപോയി ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തതിന് ശേഷം യഫത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ വിക്ക് മാറുകയാണ്, ആ ചെവി കേൾക്കാത്ത പ്രയാസം മാറുകയാണ്, അവന് പൂർണ്ണമായിട്ടും സൗഖ്യമുണ്ടാവുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് എല്ലാം ഒരുപോലെയല്ല. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ നിലകളിലാണ്. ഇവിടെ നമുക്ക് കണ്ടത്, അവൻ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം പറയുന്നത്, ചെവി വിരലിട്ടു തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു സ്വർഗത്തിലേക്ക് നോക്കി നടുവേർപ്പെട്ടതാണ്. എന്നാൽ എല്ലാ സമയത്തും എല്ലാ വ്യക്തികളോടുമുള്ള ബന്ധത്തിൽ അപ്രകാരമല്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്നുള്ളത്, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന നിലകൾ അതൊരുപോലെ ആകണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരമാണോ ഇടപെടുന്നത് അപ്രകാരമാകണമെന്നില്ല മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത്. എന്നാൽ ദൈവം ഇടപെടും എന്നുള്ളതാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ഇടയായിട്ട് തീരുന്നത്. ഇവിടെ ഇപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ കൂട്ടിക്കൊണ്ട് വന്നവരാണ് പറയുന്നത്, അവർ സകലതും നന്നായി ചെയ്തു എന്ന് പറയുന്നു. നമ്മൾ ഈ മർക്കോസിന്റെ സുവിശേഷം തന്നെ മുന്നോട്ട് അവരുടേതായിട്ടുള്ള ആ ഒബ്സർവേഷൻസ്, അല്ലെങ്കിൽ അവർ എപ്രകാരമാണ് പലതും വീക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നോക്കുക, അതിൻ്റെ 6-ാമത്തെ അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, 6-ാമത്തെ അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഭക്ഷണം നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതാണ്. അവർക്കൊക്കെയും ഭക്ഷണം നൽകുവാനായിട്ട് പറയുകയാണ്. ഏകദേശം 20,000-ൽ പരം ആൾക്കാരുണ്ട്. വചനത്തിൽ പറയുന്നത് 5,000 പുരുഷന്മാരെ എന്നാണ്. അതായത് പുരുഷന്മാർ ഉണ്ടെങ്കിൽ അവിടെ നിശ്ചയമായിട്ടും സ്ത്രീകളുണ്ട്. ഇവിടെ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, അപ്പോൾ അവരുടെ കുട്ടികളുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 20,000-ഓളം പേർ വരുന്ന ആ ജനസമൂഹത്തിന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് പറയുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ പുറത്ത് പോയി അത് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കാനാണ് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, അവിടെ പറയുന്നുണ്ട് 200 ദിനാരിക്ക് വാങ്ങിയാൽ പോലും അവരെ തൃപ്തി വരുത്തുവാൻ സാധിക്കുകയില്ല. ഒരു നിശ്ചിത തുക കൊടുക്കുകയാണ്. ആ നിശ്ചിത തുകയ്ക്ക് പോയി വാങ്ങിക്കൊണ്ട് വന്നാൽ, കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ പോലും ഇവരെ തൃപ്തി വരുത്തുവാൻ സാധിക്കുകയില്ല. ആ പണം കൊടുത്ത് വാങ്ങി തൃപ്തിപ്പെടുത്തുവാൻ സാധ്യമല്ലാതിരുന്ന ഇടത്താണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, 5 അപ്പവും 2 മീനും യേശു കർത്താവ് കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഇന്നത്തെ ബൈബിൾ ക്ലാസ് പ്രകാരം പറയുമ്പോൾ അത് പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെയും ബലത്തിനായിട്ടും അവരുടേതായിട്ടുള്ള പ്രോത്സാഹനത്തിനു വേണ്ടിയാണ് ഒരു സന്ദേശം എന്ന രീതിയിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. തികച്ചും ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോൾ അതൊരു മാത്തമാറ്റിക്സിന്റെ രീതിയിലേക്ക് പോകും. അത് ചിലപ്പോൾ നമുക്ക് ധരിക്കണമെന്നില്ല.
അപ്പോൾ ആ രീതിയിൽ നമ്മൾ ബൈബിൾ ക്ലാസ് എടുത്താൽ ഒരുപക്ഷെ നമുക്ക് പലർക്കും അത് നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെട്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ വിശ്വാസികൾക്ക്, ബലഹീനരായിട്ടുള്ളവർക്ക് അത് ഗ്രഹിക്കാൻ സാധിച്ചത് വരികയില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ സർവശക്തനായിട്ടുള്ള ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏതൊരു വിഷയത്തിലും പൂർണ്ണ തൃപ്തി വരുത്തുവാൻ അത് സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എല്ലാവരും തിന്ന് തൃപ്തരായിട്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ആരുടെയെങ്കിലും ഭവനങ്ങളിൽ വിശേഷപ്പെട്ട ഒരു ദിവസം വരികയാണ്, വിവാഹമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വരികയാണ്. നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ ഭക്ഷണങ്ങൾ ഒരുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പലപ്പോഴും വീട്ടുടമസ്ഥർക്കോ അവരോട് ചേർന്ന് നിൽക്കുന്ന പലർക്കും ഭക്ഷണം തികയാതെ പോകും. അത് സ്വാഭാവികമാണ്. മറ്റുള്ളവർ വരുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷെ വീട്ടുകാർക്കും അവരോട് ചേർന്ന് നിൽക്കുന്ന പലർക്കും ചിലപ്പോൾ ഭക്ഷണം തികയാതെ പോകും, തൃപ്തി വരുത്തുവാൻ കഴിയാതെ പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവർ തിന്ന് തൃപ്തരായി എന്ന് മാത്രമല്ല, 12 നുറുക്കുകൾ തലച്ചുമടായിട്ട് ചുമന്നുകൊണ്ട് പോകത്തക്ക രീതിയിൽ, ഒരു ശേഷിപ്പോടുകൂടി മുന്നോട്ട് പോകത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിച്ചു. കർത്താവായ യേശുക്രിസ്തു അവിടെ പ്രവർത്തിച്ചപ്പോൾ അപ്രകാരം ഒരു പ്രവൃത്തി ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതെ, സകലതും നന്നായി ചെയ്യുന്നവരാണ്. നമുക്ക് പൂർണ്ണ തൃപ്തി വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മാത്രമല്ല 6-ാമത്തെ അധ്യായം 55 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, 6-ാമത്തെ അധ്യായം 55 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ആ നാട്ടിലൊക്കെ ചുറ്റി ഓടി അവനുണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടിലുകളിലോ അവൻ ചെന്ന ഇടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊഴേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. എവിടെയാണ് ഇപ്രകാരം സാധിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ പലവിധമായ രോഗപ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മൾ എത്രയോ ഹോസ്പിറ്റലുകളിൽ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. എന്നാൽ എത്ര പേർക്കാണ് അതിന് സൗഖ്യം ലഭിക്കാറുള്ളത്? എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു രീതിയിലുള്ള അസുഖം ഉള്ളവർ മാത്രമല്ല, വ്യത്യസ്തമായ രോഗങ്ങളുള്ളവർ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്രകാരമാണ് പറയുന്നത്, രോഗികളെ ചുമന്നു വെച്ചു, അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊഴേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു എന്ന്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ തൊട്ടവർക്കൊക്കെയും അത് വ്യത്യസ്തമായ രോഗികളായിരുന്നു, വ്യത്യസ്തമായ രോഗത്തിലൂടെ കടന്നുപോയവരായിരുന്നു. എന്നാൽ അവർക്കൊക്കെയും സൗഖ്യം വരുവാനായിട്ടിടയായി. ഇതിനെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നാം കർത്താവിനെ വിശ്വാസത്തോടു കൂടി തൊടുകയാണെങ്കിൽ നമ്മുടെ ആന്തരിക രോഗമായിട്ടുള്ള പാപത്തിന് ക്ഷമ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക്. നമ്മൾ പലരും ആന്തരിക സൗഖ്യം അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള ക്ഷമ പ്രാപിച്ചവരാണ്. വിശ്വാസത്താൽ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ അത് ഏത് നിലയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഏത് നിലകളിലുള്ള പാപത്തിന്റെ ആ അഴുക്കുചാലിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ കൊടും പാപികളായിട്ട് കൊടും കൊലപാതകളായിട്ടുള്ളവരായിക്കൊള്ളട്ടെ, എത്രയോ പേർ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ തൊട്ടപ്പോൾ, വിശ്വാസത്താൽ ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ അവിടെ പാപ രോഗത്തിന് സൗഖ്യം വന്നതായിട്ടും മറ്റു പല അനേക രോഗികൾക്ക് സൗഖ്യം വന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്നും അവിടെ മറ്റൊരു ഭാഗം കൂടെ നമുക്ക് അവിടെ 7-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 7-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ അവിടെ ഒരു ഭൂതഗ്രസ്തയായിട്ടുള്ള ഒരു സ്ത്രീയെ അവൻ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭൂതത്തെ പുറത്താക്കുവാൻ അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ, കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ. ദൈവം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളിലും ആത്മികമായ ആവശ്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും മതിയായവനാണ്. നമുക്കറിയാം, പലപ്പോഴും പലവിധമായ കാര്യങ്ങൾക്ക് നാം പലരെ ആശ്രയിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മളൊരു പക്ഷേ നമ്മൾ
മരുന്നുകളും മറ്റും വാങ്ങുവാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മളത് ജൗളിക്കടയിൽ പോയി ചോദിക്കാറുണ്ട്. അതിൻ്റെ കടയുണ്ട്. ഏതാണ്? മെഡിക്കൽ ഷോപ്പ്. മെഡിക്കൽ ഷോപ്പിൽ വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ പോയി ഹാർഡ്വെയർ ഷോപ്പിൽ ചോദിക്കാറില്ല. അവിടെ എല്ലാം വ്യത്യസ്തമാണ്, ഓരോന്നിനും വ്യത്യസ്തമാണ്. ഒപ്പം തന്നെ അനേക വ്യക്തികൾ ഇന്നുണ്ട്, അവർ മഴയ്ക്ക് വേണ്ടി ചില ദേവീദേവന്മാരിൽ ആശ്രയിക്കുന്നവരായിട്ടുണ്ട്. ഒപ്പം തന്നെ ഹാർവസ്റ്റിന് വേണ്ടി, വിളവ് ലഭിക്കുന്നതിന് വേണ്ടി ചിലരെ ആശ്രയിക്കുന്നവരായിട്ടുള്ളവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ നിലകളിൽ പലവിധമായ ദേവീദേവന്മാരിൽ ആശ്രയിക്കുന്നവരായിട്ടുള്ളവരുണ്ട്. എന്നാൽ നാം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് ഏതൊരു വിഷയത്തിനും അത് ഒരുവൻ മാത്രം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സകലത്തിനും മതിയായവനാണ്. അത് ഭൂതഗ്രസ്തരായിക്കോട്ടെ, മറ്റു പലവിധമായ രോഗങ്ങളായിക്കോട്ടെ, ഇനിയിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഏത് കാര്യത്തിലാകട്ടെ, അത് കർത്താവ് മതിയായവനാണ് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആദ്യം ചെയ്ത അത്ഭുതത്തെ വരച്ചു കാണിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായമാണ്. ആ 2-ാമത്തെ അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവായ യേശുക്രിസ്തു ക്ഷണിക്കപ്പെട്ടിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഉണ്ടായിരുന്നപ്പോൾ അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്, അവിടെ വീഞ്ഞിന്റെ പോരായ്മ ഉണ്ടായി. അവിടെ നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓരോ വ്യക്തികളും നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, ചൂടുകാലമാണെങ്കിൽ നാരങ്ങ വെള്ളം, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ ജ്യൂസ് അവരുടെ പ്രാപ്തിക്കനുസരിച്ച്. അല്ല, ചൂടല്ല, മറ്റൊരു സമയമാണെങ്കിൽ ചായ, മറ്റു കാര്യങ്ങൾ, പാനീയങ്ങൾ കൊടുക്കും. എന്നാൽ നമുക്കറിയാം, യഹൂദദേശത്തിലുള്ള അവരുടേതായിട്ടുള്ള പ്രത്യേകത, അവർ വീഞ്ഞാണ് നൽകുന്നത്. വീഞ്ഞെന്ന് പറയുമ്പോൾ മുന്തിരിച്ചാറ് നൽകുന്ന ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഈ വിവാഹവേളയിൽ മുന്തിരിച്ചാറ് കൊടുക്കുന്ന ഒരു പ്രത്യേകത അവരുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഭവനത്തിലേക്ക് അവർ ക്ഷണിച്ച് വന്ന, അവരുടെ ക്ഷണം സ്വീകരിച്ച് വന്നവർ, അവർക്ക് വേണ്ട രീതിയിലുള്ള ആതിഥ്യ മര്യാദ ലഭിക്കാതെ പോകുമ്പോൾ പിറുപിറുപ്പുണ്ടാകും. മാത്രമല്ല, ആ ഭവനത്തെക്കുറിച്ച് മറ്റു ഫലങ്ങളിലേക്ക് പറയുമ്പോൾ അവർക്ക് വളരെ ഒരു തെറ്റായ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശമായ ഒരു റിപ്പോർട്ടായിരിക്കും കടന്നു പോകുന്നത്. ആ ഭവനത്തെക്കുറിച്ച് മോശമായ ഒരു നിലയിലേക്ക്. എന്നാൽ പറയട്ടെ, ആ മോശമായ പേര് പറയുവാൻ ഇടയാകരുത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചിലരെ നമ്മുടെ കുഞ്ഞുങ്ങളെയോ മറ്റാരുടെയോ വിവാഹത്തിനൊക്കെ ക്ഷണിച്ചാൽ അവർക്ക് നമ്മൾ കൊടുക്കുവാൻ ഭക്ഷണം, സദ്യയോ മറ്റു കാര്യങ്ങളും ഒരുക്കിയാൽ അത് തികയാതെ പോയാൽ പോകുന്നവർ, അവർക്ക് ലഭിക്കാതെ പോയ ആ വിശപ്പോടുകൂടി മടങ്ങി പോകേണ്ടി വന്നാൽ ആ വീട്ടിനെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? ഞങ്ങളെ ക്ഷണിച്ചിട്ട് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഒരു തെറ്റായ ഒരു സന്ദേശമായിരിക്കും ആ വീട്ടിനെ കുറിച്ച് മറ്റുള്ളവർക്കുണ്ടാകുന്നത്. എന്നാൽ പറയട്ടെ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അവിടെ 6 കൽപ്പനകളുണ്ടായിരുന്നു, അതിനെ വക്കോളം നിറയ്ക്കുവാനായിട്ട് പറഞ്ഞു. അവർ ആ വാക്ക്, കർത്താവിന്റെ വാക്ക് പൂർണ്ണമായിട്ടും അനുസരിച്ചു. അവർ വക്കോളം തന്നെ നിറച്ചു. എന്നിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ആ വക്കോളം നിറയപ്പെട്ട കൽഭരണികളിലെ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റി. മാത്രമല്ല, അവർ നേരത്തെ കൊടുത്തിരുന്ന വീഞ്ഞിനേക്കാൾ മുന്തിയ നിലയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപമാന ഭാരത്താൽ വലയേണ്ട ആ ഭവനത്തെ മറ്റുള്ളവർ മുന്നിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിലാക്കുവാനായിട്ട് കർത്താവിന് സാധിച്ചു എന്നുള്ളതാണ്. നോക്കുക, ഒന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർ അവർ വക്കോളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ വക്കോളം നിറച്ചു. അത് അനുസരണത്തെയാണ് നമ്മൾ കാണുവാനായിട്ട് ഇടയാകുന്നത്. നമ്മുടെ ദൈവം നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് പൂർണ്ണമായിട്ട് നാം അനുസരിക്കുന്നെങ്കിൽ, അതിൻ്റെതായിട്ടുള്ള നന്മ നമുക്കുണ്ടാകും. ഒന്ന് ചിന്തിച്ചു നോക്കുക. വക്കോളം നിറയ്ക്കുവാനായിട്ട് പറഞ്ഞ സമയത്ത് അവർ ആ വാക്കിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവർ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ കാൽഭാഗമോ നിറച്ചിരുന്നെങ്കിൽ എത്രയായിരുന്നു ആ വീഞ്ഞായി കിട്ടുന്നത്? എത്രത്തോളം നിറച്ചോ എത്ര പേര് ലഭിക്കുകയുള്ളൂ.
എന്നാൽ അവർ വക്കോളം നിറച്ചപ്പോൾ അതിൻ്റെ ആ മുകൾ തട്ട് വരെ, മുകൾ ഭാഗം വരെ നിറച്ചപ്പോൾ അത്രത്തോളം വീഞ്ഞ് അവർക്ക് ലഭിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് പൂർണ്ണമായിട്ടും അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അനുസരണത്തിന് വലിയ പ്രാധാന്യമാണ്. നമ്മൾ സമൂഹത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നമുക്കറിയാം എന്താണത് പറയാൻ കാരണം. യാഗം അത് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യമാണ്. യാഗാർപ്പണം ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യമാണ്. അനേകർ യാഗങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവം പറയാണ്, ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും. അപ്പോൾ യാഗത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അതിനും മുകളിലാണ് അനുസരണത്തിൻ്റെതായിട്ടുള്ള ആ തട്ട് നിൽക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം എത്രത്തോളം അനുസരിക്കേണ്ടതാണ്. ഇവിടെ നോക്കുക, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അനുസരിച്ചു, അതവർക്ക് നന്മയായിട്ട് തീർന്നു. മാത്രമല്ല ആ ഭവനം ഒരുപക്ഷെ കർത്താവ് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിത്തീർന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക. എങ്ങനെയായിത്തീരുമായിരുന്നു? ആ കർത്താവിനെയും ശിഷ്യന്മാരെയും ആ ഭവനത്തിലേക്ക് അവർ ക്ഷണിച്ചില്ലായിരുന്നുവെങ്കിൽ മറ്റു ഭവനത്തിൽ പോലെ ആ വീഞ്ഞ് മതിയാകാതെ പോകുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ, നിന്ദകൾ ഏറ്റുവാങ്ങേണ്ടത് ഒരു ഭവനമായിട്ട് അത് മാറുമായിരുന്നു. എന്നാൽ അവിടെ വ്യത്യാസം വന്നത് കർത്താവിനെ ആ ഭവനത്തിൽ അവർ സ്വീകരിച്ചു, അവരെ വെൽക്കം ചെയ്തു എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മക്കളുടെ ആ വളർച്ചയിൽ, നമ്മുടെ മക്കളുടേതായിട്ടുള്ള ജീവിതങ്ങളിൽ നാം ആരെ വെൽക്കം ചെയ്യണം, ആരെ സ്വീകരിക്കണം, അല്ലെങ്കിൽ വിളിച്ചു ചേർക്കേണ്ടതായിട്ടുണ്ട്, കർത്താവിനെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബത്തിൽ കർത്താവിന് ക്ഷണം കൊടുക്കണം, കർത്താവിനെ നാം സ്വീകരിക്കണം. നമ്മൾ വിളിച്ച് നമ്മുടെ ഭവനത്തിൽ കർത്താവിനെ ആക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരികയില്ല എന്ന് മാത്രമല്ല, അത് ശ്രേഷ്ഠകരമായിട്ട് മാറും. ഈ കാനാവിലെ കല്യാണ വീട് ഒരു നിന്ന ഭവനമായിട്ട് അല്ലെങ്കിൽ ഒരു പരിഹാസത്തിന്റെ ഭവനമായിട്ട് മാറേണ്ട ഭവനമായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് പിന്നീട് ആ ഭവനത്തിലെ അതിസൽക്കാരം സ്വീകരിച്ചവരൊക്കെയും പിന്നെ കടന്നു പോയിട്ടുള്ളത്, ഞങ്ങൾ ഇതുപോലൊരു ഭവനത്തിൽ പോയിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും പറഞ്ഞത്. ഇങ്ങനെ ഒരു ഭവനത്തിൽ പോയിട്ടില്ല. എത്ര ശ്രേഷ്ഠകരമായ രീതിയിലാണ് അവർ ഞങ്ങളെ മാനിച്ചത്, എത്ര ശ്രേഷ്ഠകരമായ രീതിയിലാണ് ഞങ്ങൾക്ക് അവര് അതിസൽക്കാരം ചെയ്തത് എന്ന് പറയുവാനായിട്ട്. അപ്പോൾ നാം കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരും. നാം പഴയ പുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം ജാതീയ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്തത്, ഏറ്റവും ആദ്യമായിട്ട് ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വന്ന വ്യക്തി ഏതെന്ന് ചോദിച്ചാൽ അത് അബ്രഹാം തന്നെയാണ്, മറ്റൊരു വ്യക്തിയല്ല. എന്നാൽ അബ്രഹാമിനെ വിളിച്ചു ചേർത്തപ്പോൾ എന്തിനു വേണ്ടിയാണ് അബ്രഹാമിനെ വിളിച്ചു ചേർത്തത്? വിളിച്ച് അവനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അയക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അനേകർക്ക് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടിയാണ്. അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അബ്രഹാം അനേകർക്ക് അനുഗ്രഹമായിട്ട് തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നാം കർത്താവിൻ്റെ വിളിക്കൊത്തവണ്ണം മുന്നോട്ട് ചുവട് വയ്ക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ചെയ്യുന്നത് നമ്മോടൊപ്പം ദേശവും അനുഗ്രഹിക്കപ്പെടുവാൻ, അനേകർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് സകലതും നന്നായി ചെയ്യുന്നവനാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് അനേക കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും, പക്ഷേ സകലതും നമുക്ക് നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ സകലതും നന്നായി ചെയ്യുവാൻ പ്രാപ്തനായ ഒരുവനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നമുക്കറിയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ഈ ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ മറ്റു പലവിധമായ അത്ഭുത പ്രവൃത്തികൾ, ഇതൊക്കെയും കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
മാത്രമല്ല ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെ അയച്ച പിതാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് പറഞ്ഞത്. ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ പിതാവ് എന്തൊക്കെ ഒരു കാലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നുവോ ആ പ്രവൃത്തികളെ ആ ജഡരൂപത്തിൽ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു പ്രവൃത്തിപരത്തിലേക്ക് കൊണ്ടുവന്ന് നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതനും ആകുന്നു എന്നാണ്. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അല്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിലേക്ക് കലണ്ടർ കിടക്കും. ഒരു വസ്തുതയുണ്ട്. എന്താണ്? നമ്മള് 2025 എന്താണത്? നമ്മള് എഴുതുമ്പോഴും വസ്തു കൈമാറ്റമൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ എഴുതുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. AD 2025. എന്താണ് AD 2025? അന്നോ ഡൊമിനി, അതായത് മറ്റൊരു പറഞ്ഞാൽ ആഫ്റ്റർ ക്രൈസ്റ്റ്, ക്രിസ്തു വർഷം 2025. മറ്റൊന്ന്, അതിന് മുമ്പൊരു കാലഘട്ടമില്ലേ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദാവീദിന്റെ കാലഘട്ടമുണ്ട്, അബ്രഹാമിന്റെ കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് പറയുന്നത് അത് BC എന്നാണ്, ബിഫോർ ക്രൈസ്റ്റ്, കർത്താവിന് മുമ്പുള്ള കാലഘട്ടം എന്നാണ്. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ പോലും തൂക്കപ്പെട്ടിരിക്കുന്ന കലണ്ടറുകളിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ചരിത്രത്തെ രണ്ടായിട്ട് വിഭാഗിച്ച, AD എന്നും BC എന്നും രണ്ടായിട്ട് വിഭാഗിച്ച ഒരുവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നാണ്. അല്ലെങ്കിൽ ഈ അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിലേക്ക് കടന്നുവെന്ന് നമ്മൾ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ യേശു കർത്താവ് പറഞ്ഞ മറ്റൊരു വസ്തുതയുണ്ട്. യേശു കർത്താവ് പറയുന്നത് എൻ്റെ പിതാവ് ഇന്ന് വരെ പ്രവർത്തിക്കുന്നു. എന്താണ്? എൻ്റെ പിതാവ് ഇന്ന് വരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നാണ്. നോക്കുക, ഇന്ന് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, വാഹനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ TV ഒക്കെ ഓൺ ചെയ്യുമ്പോഴും മാത്രമല്ല നമ്മൾ പത്രമാധ്യമങ്ങളിൽ ഇനി നാളത്തെ പത്രം വായിച്ചാൽ തന്നെ അറിയാം എവിടെയൊക്കെ ആക്സിഡന്റ് നടന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനായിട്ടുള്ള ദൈവം, ഈ സൂര്യനെ ചുറ്റി നടക്കുന്ന ഗ്രഹങ്ങൾ, ഇതിലൊന്നും ഒരു അപകടവും ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഒന്നും പൊട്ടിപ്പൊളിഞ്ഞ് നമ്മുടെ നെഞ്ചത്ത് വീഴുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. അതൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? സർവശക്തനായിട്ട്. അവൻ സകലതും നന്നായി ചെയ്യുന്നവനാണ്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഉൽപ്പത്തി പുസ്തകം എടുത്തു നോക്കുക. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം, പ്രാരംഭ പുസ്തകമായിട്ടുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 3-ാമത്തെ വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ആ പുസ്തകം, ആ ആദ്യത്തെ അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ 6 ദിവസങ്ങളിൽ ദൈവം ഓരോ സൃഷ്ടികൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഈ സൃഷ്ടികളെല്ലാം നടത്തിയതിനു ശേഷം ദൈവം അത് നല്ലതായിട്ട് കണ്ടതായിട്ടാണ് പറയുന്നത്. എല്ലാം നല്ലതായിട്ടാണ് കണ്ടത്. ഒടുവിലായിട്ട് പറയുമ്പോൾ അവിടെ പറയുന്നത് 31-ാമത്തെ വാക്യത്തിൽ താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി എന്ന് കണ്ടു. നോക്കുക, ദൈവം ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കിയിട്ട് എത്രയും നല്ലതായിട്ട് കാണുകയാണ്. ഞാനൊരു വളരെ സിമ്പിളായിട്ട് ദൈവത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനായിട്ട് പറയുന്നത്, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയുടെ ഇല എത്ര വൈഭവമുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് പറ അതുപോലെ പുനർനിർമ്മിക്കുവാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് നല്ല കലാകാരന്മാർക്ക് വരയ്ക്കാൻ സാധിക്കും, അല്ലേ? അല്ലെങ്കിൽ അതുപോലെ ഒക്കെ ചിലപ്പോൾ നിർമ്മിച്ചെടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു മോഡലിൽ നിർമ്മിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ജീവൻ തുടിക്കുന്ന അതുപോലെ
അവണ്ണം മറ്റാർക്കും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് തുലനം നിൽക്കുവാൻ മനുഷ്യ സൃഷ്ടി ഒരിക്കലുമാകുകയില്ല. ദൈവം അതുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് കാലത്ത് നമുക്കറിയാം, ക്യാമറകളുണ്ട്, CC ക്യാമറകളുണ്ട്, മറ്റനേകമായിട്ട് വസ്തുക്കളുണ്ട്. നമുക്ക് പലതും നമ്മുടെ ഷോപ്പുകളിൽ, കടകളിലൊക്കെയും CC ക്യാമറകളും മറ്റുമൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നുമായി കിടക്കുകയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സകലതുമുണ്ട്. ഒന്നും ഇപ്പോഴത്തെ മനുഷ്യരുടേതായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തലുകളൊന്നും അതിൻ്റെ അടുക്കൽ എത്തുകയില്ല. അതിൻ്റെ ഒരു ചെറിയ ഒരു സൃഷ്ടിയായിട്ട്, അല്ലെങ്കിൽ മാനുഷിക നിർമ്മിതമായിട്ടുള്ളതാണെന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നോക്കുക, ദൈവം എത്രത്തോളം മഹത്കരമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. സകലതും നന്നായി ചെയ്യുന്നവരാണ് നമ്മുടെ കർത്താവ്. അവൻ സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞത്, ഏതെങ്കിലും മോശമായിട്ട് പറഞ്ഞു. എന്നാൽ അടുത്തതായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കുടുംബത്തെക്കുറിച്ചാണ്. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം അടുത്തതായിട്ട് ദൈവം ചെയ്തതാണ്, മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനുശേഷം കാണുവാനായിട്ട് സാധിക്കുന്നത് കുടുംബത്തിന്റെ സ്ഥാപനമാണ്, അല്ലേ? കുടുംബത്തെ ആരാണ് സ്ഥാപിച്ചത്? കുടുംബം എന്ന വ്യവസ്ഥിതി ആരാണ് നിർമ്മിച്ചത്? ആരാണ് കൊണ്ടുവന്നത്? ആരാണ് സ്ഥാപിച്ചത്? അത് സർവശക്തനായിട്ടുള്ള ദൈവം തന്നെയാണ്. ദൈവം സകലതും നന്നായിട്ട് സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ നോക്കിയിട്ട് പറഞ്ഞതാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത്. സകലതും നന്നായിട്ട് സൃഷ്ടിച്ച ദൈവം ആദം തന്റെ സൃഷ്ടിയാണ്, പക്ഷേ അവൻ ഏകനായി നന്നല്ല എന്ന് കണ്ടത് ദൈവം തന്നെയാണ്, മറ്റാരുമല്ല. മറ്റു മൃഗങ്ങളുണ്ടായിരുന്നു, മറ്റു പലതും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ മനുഷ്യന്റെ നന്നല്ലായ്മ കണ്ടില്ല. എന്നാൽ ദൈവം കണ്ടു. എന്നിട്ട് പറയാണ്, ഞാൻ അവന് തക്കതായ ഒരു തുണയെ കൊടുക്കും. തക്കതായ ഒരു തുണയെ കൊടുക്കും. ദൈവം ഹൗവയെ ആദമിനായിട്ട് തക്കതായ ഒരു തുണയെ കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കുടുംബത്തെ സ്ഥാപിച്ചത് ദൈവമാണ്. അത് നന്നായിട്ട് ദൈവം ചെയ്തു. മാത്രമല്ല, കുടുംബം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയിലുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഭാര്യയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഭർത്താവിന്റെ അടിച്ചമർത്തലുകൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നല്ല, വിധേയപ്പെട്ടിരിക്കണം. മറ്റൊരു പറഞ്ഞാൽ സബ്മിസീവ് ആയിരിക്കണം എന്നാണ്. വിധേയപ്പെട്ടിരിക്കണം എന്ന് പറയുകയാണ്. അത് ദൈവികമായിട്ടുള്ള വ്യവസ്ഥിതിയാണ്. എവിടെയൊക്കെ സ്ത്രീകൾ വിധേയപ്പെട്ടിരിക്കുന്നു അവിടെയൊക്കെ കുടുംബ വർധനമുണ്ടാകുന്ന കാണുവാനായിട്ട് സാധിക്കും, അല്ലേ? ശരിയല്ലേ? എവിടെയൊക്കെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ഇരിക്കുന്ന ഭാര്യമാരുള്ള ഭവനങ്ങളുണ്ടെങ്കിൽ അത് സമ്പത്തിലും സമാധാനത്തിലും ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കുക, എവിടെയൊക്കെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാതിരിക്കുന്ന ഭാര്യമാരുണ്ടോ അവിടെയെല്ലാം തകർച്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിനോട് പറയുമ്പോൾ പറയുന്നത് എന്താണ്? ഭാര്യമാരെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. ഭാര്യമാരെ അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കണം. നോക്കുക, ദൈവം എത്രത്തോളം നല്ല രീതിയിലാണ് കുടുംബത്തിന്റെ വ്യവസ്ഥകളെ ആക്കി വച്ചിരിക്കുന്നത്. നമുക്ക് അനേക കുടുംബങ്ങളെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട കുടുംബം, ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട കുടുംബം എന്താണ്? നോഹയുടെ കുടുംബം നോക്കുക. ജലപ്രളയം ഉണ്ടായി മറ്റെല്ലാവരും പട്ടുപോയെങ്കിലും നോഹിൻ കുടുംബം ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരായി. ആടി ഉലയുന്ന ആ പെട്ടകത്തിനുള്ളിൽ അവർ 8 പേർ ദൈവകരങ്ങളിൽ സുരക്ഷിതരായ പോലെ അവർ സുരക്ഷിതരായി. ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട കുടുംബമായിരുന്നു. മാത്രമല്ല, നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. വാർദ്ധക്യത്തിലായിരുന്നു. ഇനി മക്കൾ ജനിക്കുമെന്ന് യാതൊരു വിധമായ നിലയിലും ചിന്തിക്കുവാൻ സാധ്യമല്ലാത്ത നിലയിൽ
അത്രത്തോളം വയസ്സ് ചെയ്യുന്നതായിട്ടുള്ള അബ്രഹാമിനും സാറയ്ക്കും ദൈവം വാഗ്ദത്ത സന്തതിയായിട്ടുള്ള ഇസഹാക്കിനെ നൽകി. അവരെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അബ്രഹാമിനൊരു പ്രോമിസ് നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊന്ന് എടുത്തു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം. അവിടെ ആ സമയത്ത് ഇത് ദൈവം പറയുന്ന സമയത്ത് അബ്രഹാമിന് ഒരു കുഞ്ഞു പോലുമില്ല. ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയമാണ്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമാണ്. 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-14 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോകും. നോക്കുക, ഈ അബ്രഹാമിന് മക്കൾ ലഭിച്ചിട്ടില്ല. ചിന്തിക്കണം, ഒരു കുഞ്ഞു പോലും അബ്രഹാമിന് ലഭിച്ചിട്ടില്ല. ആ സമയത്ത് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. എന്താണ് പറയാണ്? നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. ഏത്? മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ്. ഇന്നും ആ ഈജിപ്റ്റ് എന്ന് പറയുന്ന ദേശമുണ്ട്. ആ ഈജിപ്തിൽ പ്രവാസികളായിട്ട് അല്ലെങ്കിൽ അടിമകളായിട്ട് അവിടെ കടന്നുപോയി 400 വർഷക്കാലം അവരെ സേവിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടെ പുറപ്പെട്ടു വരും. എവിടെയെങ്കിലും സംഭവിക്കുമോ? മനുഷ്യർ സഹജമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിമകളായിട്ട് കഴിയുന്നവർക്ക് സമ്പത്തോടുകൂടി പുറപ്പെട്ടു വരുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം പറയുന്നത്, എന്നാൽ ഞാൻ ആ ജാതിയെ വിധിക്കും. അതിനുശേഷം ഇസ്രായേൽ ജനം, അബ്രഹാമിൻ്റെ സന്തതികൾ, അവർ വളരെ സമ്പത്തോടുകൂടി പുറപ്പെട്ടു വരും എന്നാണ്. ഇനി പുറപ്പാട് പുസ്തകം, അടുത്ത പുസ്തകമായിട്ട് പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. സന്താന സമ്പന്നരായി അതിനെ വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു ദേശം അവരെ കൊണ്ടുവരും. നോക്കുക, അവിടെ വായിക്കുകയാണ്, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ദൈവത്തിൻ്റെ പ്രോമിസ് അത് പ്രോമിസ് തന്നെയാണ്. മനുഷ്യർ നൽകുന്ന വാഗ്ദത്തങ്ങളല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവം എപ്രകാരം പറഞ്ഞുവോ അപ്രകാരം തന്നെ സംഭവിക്കും. അവിടെ 15-ാമത്തെ അധ്യായം നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാനായിട്ട് സാധിക്കുമോ? ഇല്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നമുക്ക് ആർക്കെങ്കിലും എണ്ണാൻ സാധിക്കുമോ? ഇല്ല. ഈ മണത്തരികളെ എണ്ണുവാനായിട്ട് സാധിക്കുമോ? ഇല്ല. അവണ്ണം നിന്റെ സന്തതികളെ ഞാൻ ആക്കിത്തരും എന്നാണ് ദൈവം പ്രോമിസ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം അതുപോലെ അവരെ വർദ്ധിപ്പിച്ചു. മാത്രമല്ല, പുറപ്പാട് പുസ്തകം അതിൻ്റെ മുന്നോട്ടുള്ള ഭാഗത്ത് വായിക്കുമ്പോൾ അത് 9 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. 9 മുതലുള്ള വാക്യങ്ങൾ അവിടെ കാണുന്നത്, അവൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം പൊയ്ക്കളയുവാൻ സംഗതി വരാതിരിക്കേണ്ടത് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അപ്പോൾ ഫറവോ പോലും ഭയപ്പെടുന്ന രീതിയിൽ, ഫറവോ ആരാണ്? ഇന്ന് നമ്മൾ പറയും ലോക പോലീസാണ് അമേരിക്ക എന്ന് പറയില്ലേ? ആരാണ്? ലോക പോലീസാണ് അമേരിക്ക. ഏതൊരു വിഷയം വന്നാൽ, ഇസ്രായേലുമായിട്ടുള്ള വിഷയം വന്നാൽ, ഇനി റഷ്യയുമായിട്ടുള്ള വിഷയം വന്നാൽ, ഇനി പാലസ്തീനുമായിട്ടുള്ള വിഷയം വന്നാൽ, ഏതൊരു വിഷയം വന്നാൽ ആരാ ഇടപെടുന്നത്? അമേരിക്ക ഇടപെടുന്നത്. കാര്യം എന്താ? അതൊരു വൻ ശക്തിയാണ്. അമേരിക്ക ഒരു വൻ ശക്തിയാണ് ഇന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്ത് വൻ ശക്തിയായിരുന്നു മിസ്രൈം. അന്നത്തെ കാലത്തെ വൻ ശക്തിയായിരുന്നു മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ്. അവിടുത്തെ രാജാവ് ഭയപ്പെടുകയാണ്. ഇവർ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്താൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. ആര് യുദ്ധം ചെയ്താൽ? അബ്രഹാമിന്റെ സന്തതികൾ.
ദൈവത്തിന്റെ വാഗ്ദത്തം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, നമ്മൾ വാസ്തവത്തിൽ ഇതൊരു ബൈബിൾ ക്ലാസ് ആണ്. പക്ഷേ ഞാനൊന്ന് മനസ്സിലാക്കുന്നു, ഇത് നമ്മുടെ ആത്മീയമായ പ്രചോദനത്തിനിടയായിത്തീരണം. നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? നമ്മൾ യേശു കർത്താവിനെ വിശ്വസിക്കുന്നു. യേശു കർത്താവ് അത് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിട്ടുള്ളവനാണ്. നമ്മളോട് ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആരെ? മനുഷ്യരല്ല, ഒരുവൻ. ആ ദൈവമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്തവനായിട്ടുള്ള കർത്താവ്. മുന്നോട്ട് വരുമ്പോൾ പല കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ എന്നുള്ള പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് അഖിലാസിനെയും പ്രിസ്കില്ലയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരുവനെ, നല്ലൊരു പ്രസംഗകനായിരുന്നവനെ ചേർത്തുകൊണ്ട് അവനെ ഭവനത്തിൽ ചേർത്തുകൊണ്ട് അവനെ കൂടുതലായിട്ട് ദൈവവചനം പഠിപ്പിച്ച് ബലപ്പെടുത്തി മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാക്കി തീർത്ത ഒരു കുടുംബമാണ് അഖിലാസിന്റെയും പ്രിസ്കില്ലയുടെയും കുടുംബം. അപ്പോൾ അവരെ ആ രീതിയിൽ പ്രയോജനമുള്ളവരാക്കി തീർത്തത് ആരാണ്? അവരുടെ കഴിവാണ്? അവരുടെ കഴിവാണ്? അല്ല, ഈ സർവശക്തനായിട്ടുള്ള ദൈവമാണ് അപ്രകാരം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നോക്കുക, നമ്മുടെ കുടുംബ ജീവിതത്തില് സകലതും നന്നായി ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. എവിടെയൊക്കെ കർത്താവിനെ മാറ്റി നിർത്തിയിട്ടുള്ള കുടുംബങ്ങളുണ്ടോ അവിടെയൊക്കെ തകർച്ചകളെ ഉണ്ടായിരുന്നു. വീടിന് പുറത്ത്, കർത്താവിനെ വീടിന് പുറത്താക്കിയിട്ടുള്ള എത്ര കുടുംബങ്ങളുണ്ടോ അതെല്ലാം പിന്നീട് കഷ്ടതയിലേക്കും പ്രയാസത്തിലേക്കും പോയി, തലമുറകൾ നശിച്ചു പോയി, അനേക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കുടുംബങ്ങളായിട്ടേ ഉള്ളൂ. എന്നാൽ കർത്താവിന് ഉള്ളിൽ സ്ഥാനം കൊടുത്തിട്ടുള്ള ഓരോ കുടുംബങ്ങളെ വെച്ച് നോക്കുക. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീർന്നു. അഖിലാസും പ്രിസ്കില്ലയും അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വചനത്തിൽ ബലപ്പെടുത്തി അവൻ മുഖാന്തരം അനേകർക്ക് അത് പ്രയോജനമായിട്ട് തീർന്നു. അപ്പോൾ ആ രീതിയിൽ ആരാണ് ഉപയോഗിച്ചത്? അത് ദൈവം തന്നെയാണ്, സകലതും നന്നായി ചെയ്യുന്നവനായിട്ടുള്ളത്. ഇനി കുടുംബങ്ങൾ മാത്രമല്ല, വ്യക്തി ജീവിതങ്ങളെ പരിശോധിച്ച് നോക്കുക. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. ദാവീദാണല്ലോ അനേക സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത്. ആ ദാവീദിനെ വളരെ കഷ്ടതയിലാക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഫെലിസ്ത്യരുണ്ടായിരുന്ന ഒരു കൂട്ടരാണവർ. എന്നാൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ ദാവീദിനെ വളരെ കഷ്ടതയിലാക്കുന്ന. ആരാണ്? ശൗൽ എന്ന് പറയുന്ന രാജാവ് തന്നെ. നോക്കുക, നമുക്കെതിരെ ഉള്ള ശത്രുക്കള്, നമ്മുടെ അയൽക്കാർ ഒരു പക്ഷേ ചിലപ്പോൾ ശത്രുതാ മനോഭാവത്തോട് നമ്മളോട് ഇടപെട്ടെന്നിരിക്കാം, ചില വ്യക്തികൾ നമ്മളോട് ഇടപെട്ടെന്നിരിക്കാം. പക്ഷേ ആ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തി ഉണ്ടായിരിക്കുക. എന്നാൽ ഒരു രാജ്യത്തിലെ രാജാവ് തന്നെ നമുക്കെതിരെ ശത്രുവായിട്ട് നിന്നാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഇവിടെ നോക്കുക, ഈ ദാവീദിനെ പിന്തുടർന്ന് പിടിക്കുവാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ് ശൗൽ എന്ന് പറയുന്ന രാജാവ്. എന്നാൽ ഞാനൊരു ഭാഗം എടുത്ത് കാണിച്ചു തരാം. ദൈവം എത്രത്തോളം നന്നായിട്ടാണ് തൻ്റെ വ്യക്തി ജീവിതം ചെയ്തതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 23-ാമത്തെ അധ്യായം എടുക്കുക. 1 ശമൂവേൽ 23-ാമത്തെ അധ്യായം. തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. നമ്മളൊക്കെ ദൈവത്തിന്റെ ഭക്തന്മാരാണ് എങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ, ഈ ദാവീദിന്റെ ജീവിതത്തിൽ ഇടപെട്ട അതേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ശരിയല്ലേ? നമ്മൾ വിശ്വസിക്കണം. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഇടപെടുവാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 23-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. 25-ാമത്തെ വാക്യം. വായിച്ചു. ആരെങ്കിലും വായിച്ചു. ശൗലും അവന്റെ പടജനവും അവന്റെ ശത്രുവാണ് പുറപ്പെട്ടു. ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ നഗരത്തിലെ സേലയിൽ ചെന്ന് താമസിച്ചു. ശൗൽ അത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ
ദാവീദിനെ പിന്തുടർന്നു. ഒരു മിനിറ്റ്, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഈ ദാവീദിനെ ആര് പിന്തുടർന്നു? ശൗൽ പിന്തുടർന്നു. എന്തിനു വേണ്ടിയാണ്? പിടിക്കുവാൻ, അവനെ കൊല ചെയ്യുവാനായിട്ട് പിന്തുടർന്നു. എന്നാൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 26-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ശൗൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടെ നടന്നു. ശൗലിന് ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു. ശൗലും പടജനവും ദാവീദിനെയും അവന്റെ ആളുകളെയും വളഞ്ഞു പിടിക്കുവാൻ അടുത്തു. അപ്പോൾ അടുത്ത വാക്കിങ്ങനെയാണ്, നോക്കുക, ഒരു മലയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് രണ്ടു കൂട്ടർ പോവുകയാണ്. ഏത് നിമിഷവും ഈ ശൗൽ എന്ന് പറയുന്ന രാജാവിന്റെ പിടിയിലാകും. ആര്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അറിയപ്പെടുന്ന ദാവീദ് പിടിയിലാകും. പക്ഷേ അവിടെ വായിക്കുന്നത്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, വളഞ്ഞു പിടിക്കുവാൻ അടുത്തപ്പോൾ, ഏകദേശം ആ സിംഹത്തിന്റെ വായിൽ അകപ്പെടുന്ന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ചെന്നായുടെ വായിൽ അകപ്പെടുന്ന ആ നിമിഷം എത്തിയപ്പോൾ, അടുത്തപ്പോൾ, അവിടെ വായിക്കുന്നത് വളഞ്ഞു പിടിക്കുവാൻ അടുത്തു. അപ്പോൾ ശൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു, ക്ഷണം വരണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടർന്ന് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. എന്താണ് അവിടെ സംഭവിച്ചത്? ഇവിടെ ദൈവഭക്തനായ ഒരു മനുഷ്യനെ പിന്തുടർന്ന് പിടിക്കുവാനായിട്ട് ഒരു രാജാവ് പോലും തുനിഞ്ഞിറങ്ങി ഏകദേശം പിടിക്കത്തക്കവണ്ണം അടുക്കലെത്തിയപ്പോൾ ഒരു സന്ദേശമെത്തി, രാജ്യത്തെ ഫെലിസ്ത്യർ ആക്രമിക്കുന്നു. ആരാ പ്രവർത്തിച്ചേ? ദൈവം പ്രവർത്തിച്ചു. അപ്പോൾ ഈ പിന്തുടർന്ന് പിടിക്കുവാൻ ശ്രമിച്ച ശൗൽ ഈ പിന്തുടർന്ന് പിടിക്കാനുള്ള ഉദ്യമം ഉപേക്ഷിച്ചിട്ട് അവിടേക്ക് പോയി. അവിടെ പോയേ പറ്റില്ല, അവൻ രാജാവാണ്, ഫെലിസ്ത്യർ ആക്രമിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്, അവിടേക്ക് പോയേ പറ്റൂ. ഉടനെ ദാവീദിനെ വിട്ടിട്ട് അവൻ ഫെലിസ്ത്യരുടെ അടുക്കിലേക്ക് പോയി. ദാവീദ് അവന്റെ കരകൾ അകപ്പെട്ടില്ല. ഇതേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമ്മളൊരു അപകടത്തിന്റെ വക്കോളം എത്തി നിൽക്കുമ്പോൾ ആ സമയത്ത് പോലും നമുക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നോക്കുക, ഈ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം, അവന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം ഇടപെട്ടതായിട്ട് നമുക്ക് അനേക സന്ദർഭങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇതൊരു സമയം മാത്രമല്ല, അനേക സമയങ്ങളിൽ ദാവീദിനെ അതിശയകരമായിട്ട് ദൈവം വിടുവിച്ചു. മാത്രമല്ല, പിന്നീട് അതിനെക്കുറിച്ച് എടുത്തു വായിക്കുവാനായിട്ട് സമയമില്ല. നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, പിന്നീട് ഈ ദാവീദ് ആരുടെ സ്ഥാനത്തായി? തന്നെ പിടിക്കുവാൻ, തന്നെ കൊല ചെയ്യുവാൻ ശ്രമിച്ച് 40 വർഷക്കാലം രാജാവായിരുന്ന വ്യക്തി അവന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ആ സ്ഥാനത്ത് ആര് അഭിഷിക്തനായി, ആര് രാജാവായി തീർന്നു? ഈ ദാവീദ് തന്നെ രാജാവായി തീർന്നു. അവൻ 40 വർഷക്കാലം ഭരിച്ചു. എന്നാൽ നമ്മൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എടുത്തു പറയുവാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അവിടെ പറയുന്നത്, ശൗലിന്റെ കുടുംബം നശിച്ചു പോയെന്നാണ്. ശൗലിന്റെ കുടുംബം നശിച്ചു പോയി. എന്നാൽ ദാവീദിന്റെ കുടുംബമോ അത് വർദ്ധിച്ചു വന്നു. എങ്ങനെയാണ് സാധിച്ചത്? ഈ വലിയവനായിട്ട് ദൈവത്തിൽ ദാവീദ് ആശ്രയിച്ചു. ദാവീദ് ശരണപ്പെട്ടു, ദൈവത്തിൽ വിശ്വസിച്ചു. ആ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ദൈവം അവനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു. ശൗലിന്റെ മക്കൾ ആരെങ്കിലും രാജസ്ഥാനത്തേക്ക് വന്നില്ല. എന്നാൽ ദാവീദിന്റെ മകനായിട്ടുള്ള ശലോമോൻ പിന്നീട് രാജാവായി. ദിനവൃത്താന്തങ്ങൾ 1-ാം പുസ്തകം അതിന്റെ 29-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ നന്നായി വയസ്സു ചെന്നവനും ആയുസ്സും ധനവും മാനവും ഉള്ളവനായിട്ട് മരിച്ചു. അതിനുശേഷം അവന്റെ മകനായിട്ടുള്ള ശലോമോൻ രാജാവായിട്ടെന്നാണ് വായിക്കുന്നത്. നമ്മൾ സദൃശവാക്യങ്ങളില് അതിൽ 22-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു എന്നാണ്. അതാരാ എഴുതിയത്? ശലോമോനായിരിക്കും. ആരാ? ദൈവമാണ്. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടാണ് ശലോമോൻ എഴുതിയത്. പക്ഷെ ആ ശലോമോൻ എഴുതിയപ്പോൾ അതുപോലെ നമ്മൾ പറയത്തില്ലേ, അച്ചിട്ടായി അവന്റെ പിതാവിനെ കുറിച്ചായിരുന്നു. പിതാവ് എങ്ങനെയായിരുന്നു? അവൻ താഴ്മയും എളിമയും ഉള്ളവനായിരുന്നു, യഹോഭക്തി ഉള്ളവനായിരുന്നു. അതുകൊണ്ട് അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവൻ നന്നായി വയസ്സു ചെന്നവനും
ആയുസ്സും ധനവും മാനവും ഉള്ളവനായി മരിച്ചു. അതിനുശേഷം അവന്റെ മകനായിട്ടുള്ള ശലോമോൻ രാജാവായി. അപ്പോൾ ദാവീദിന് ശേഷം ഒരു തലമുറ രാജസ്ഥാനത്തേക്ക് വന്നു. 40 വർഷക്കാലം ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു ഇസ്രായേലിന്. ഏത്? ആ ശലോമോന്റെ രാജ്യസമയത്ത്. നോക്കുക, ദൈവത്താൽ സകലം സാധ്യമാണ്. ദൈവം സകലതും നന്നായി ചെയ്യുന്നവനാണ്. ദാവീദിന്റെ കുടുംബവർദ്ധനവ് വരുത്തിയതാണ്. ആ ദാവീദ് പറയാണ്, എന്നെയും എൻ്റെ കുടുംബത്തെ ഓർക്കുവാൻ ഞങ്ങൾ ആരുണ്ട്? എന്തുള്ളൂ? ഇത്രത്തോളം ഒരു ആട്ടിടയനായിരുന്നു ദാവീദ്. ചിന്തിച്ചു നോക്കുക, കേവലം ഒരു ആട്ടിടയനായവനെ ആ പുൽപ്പുറത്ത് നിന്നും രാജസ്ഥാനത്തേക്ക് ആരാ കൊണ്ടുവന്നത്? ദൈവമാണ്. പുൽപ്പുറത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നവനെ ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക്. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് കയറണമെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? ബയോഡേറ്റ കൊടുക്കണം, നമ്മുടെ എക്സ്പീരിയൻസ് കൊടുക്കണം, നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ചോദിച്ച് അതിനുശേഷമേ നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയുള്ളൂ. ഒരു രാജസ്ഥാനത്തേക്ക് ദൈവം ആട്ടിടയൻ ആയിരുന്ന ദാവീദിനെ കൊണ്ടുവരുവാൻ ഇടയായെങ്കിൽ അത് അവന്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവ്. ദൈവമാണ് ഓരോ വ്യക്തികളെയും ഓരോ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നമ്മുടെ നേരത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജെയിംസ് വർഗീസ് IAS എന്ന് പറയുന്ന ഒരു ദേവദാസ് നമ്മുടെ വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. അദ്ദേഹം IASന്റെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഒരു പ്രത്യേക ഒരു സന്ദർഭമുണ്ടായി. ഒരുപാട് പേരുണ്ട്, പഠിക്കുന്നവരുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം അവരുടെയൊക്കെ പാത്രങ്ങൾ കഴുകുവാനായിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ഒരുപാട് പേരുണ്ട്, അവരുടെയൊക്കെ പാത്രങ്ങൾ കഴുകുവാൻ സ്വയം താല്പര്യത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്തു. ആ പാത്രങ്ങളൊക്കെ കഴുകി. അതിനുശേഷം താൻ പഠിക്കുന്നവരായാലും നന്നായിട്ട് ചെയ്തു. അതിനനുസരിച്ച് അദ്ദേഹത്തിന് ഗ്രേഡ് കിട്ടി. അദ്ദേഹം IAS ഓഫീസറായി മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞുള്ള സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നില്ലേ, ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക്. കാരണം എന്താണ്? അത് ദൈവമാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്, ഓരോ വ്യക്തികളെയും ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാകട്ടെ, നമ്മുടെ സഭയുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, നാം ഒരുപക്ഷെ വന്നിട്ട് തൂക്കുന്ന കാര്യങ്ങളാകട്ടെ, തുടയ്ക്കുന്ന കാര്യങ്ങളാകട്ടെ, ചെയറുകൾ ഒരുക്കി വയ്ക്കുന്ന കാര്യം, നമ്മളെ കൊണ്ടാകുന്ന എന്ത് കാര്യമാകട്ടെ, നമ്മളത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലരാരും നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നില്ല, കൊള്ളാം നന്നായിട്ട് ചെയ്തു എന്ന് പറയണമെന്നില്ല. പക്ഷേ നമ്മെ നോക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഏത് കാര്യത്തിലും വിശ്വസ്തരാണെങ്കിൽ ദൈവം നമ്മളെ അതിശയകരമായിട്ടെടുത്ത് ഉപയോഗിക്കും. ഈ ദാവീദിനെ അതിശയകരമായിട്ടെടുത്ത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിന്റെ ജീവിതം, അബ്രഹാമിന്റെ വ്യക്തി ജീവിതം എടുത്തു നോക്കുക. അവനെ ഏത് നിലയിലായിരുന്നു? ഒരു കുഞ്ഞു പോലും ഇല്ലാത്തൊരു സ്ഥാനത്ത്. പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, ആ സമുദ്രതീരത്തെ മണൽത്തരികളെ നോക്കുക, അതുപോലെ നിന്റെ ജനത്തെയാകും, അതുപോലെ ദൈവമാകും. ഇത് നമ്മൾ പറയും, നമ്മൾ അബ്രഹാമിന്റെ മക്കൾ എന്നുള്ള സ്ഥാനം, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന നിലയിലേക്ക് ദൈവം. മറ്റൊരു വ്യക്തി ജീവിതത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി. ആ വാക്യം ഒന്ന് വായിക്കണം. ആ വാക്യം ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം അതിന് 32-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമൊക്കെ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായിട്ട്. ഇത് ദൈവത്തോടുള്ള യാക്കോബിന്റെ പ്രാർത്ഥനയാണ്. യാക്കോബ് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? അവിടെ 9-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കും. 9-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച്. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത് എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവവുമായുള്ളവരെ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോവുക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത കാണിച്ചിരിക്കുന്ന സകല വിശ്വസ്തതയ്ക്കും അപാത്രമുണ്ട്. ഒരു വടിയോടെ മാത്രമല്ലോ ഞാൻ ഈ ഒരു പക്ഷേ ഇത് വായിച്ചപ്പോൾ ചിലർക്കെങ്കിലും ഈ യാക്കോബിനെ കുറിച്ച്, എന്നാൽ ചില നാളുകൾക്ക് മുമ്പും ഇപ്പോഴും വാർത്തയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്. അറബ് രാജ്യങ്ങളൊക്കെ ഭയപ്പെടുന്ന ഒരു രാജ്യം. ഏത് രാജ്യമാണ്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം.
പാലസ്തീനിൽ നിന്നും ആ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ബോംബ് വർഷങ്ങളൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ, ഈ ഇസ്രയേലിനെതിരായിട്ട്. അവിടെ പക്ഷെ ഈ ലക്ഷക്കണക്കിന് ബോംബ് അവിടെ ഞങ്ങൾക്ക് ഒരു നാശവും സംഭവിക്കാതിരുന്നത് അവർക്ക് അയൺ ഡോം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. വരുന്ന ബോംബ് വർഷങ്ങളെല്ലാം അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ചു കളയും. അത് ആ ടെക്നോളജി ഉള്ളത് ഇസ്രയേലിൽ വിട്ടുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ തന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ പാഠം ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ സകല ചിന്താകുലങ്ങളും, നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്താകുലങ്ങളുണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെയാകും, നമ്മുടെ മക്കളുടെ വിവാഹം എങ്ങനെയാകും, നമ്മുടെ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാകും, എല്ലാ ചിന്താകുലവും, ഏത് ചിന്താകുലവും അത് അവന്മേൽ ഇട്ടുകൊള്ളുവാനായിട്ടാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവൻ നമ്മളെ കരുതും. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ അവൻ സകലതും നന്നായി ചെയ്തു എന്നാണ് നമ്മൾ കണ്ടതെങ്കിൽ, ആ പാരഗ്രാഫിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, വിക്കനും ചെകിടനുമായ ഒരുവനെ അവർ കൂട്ടിക്കൊണ്ട് വന്നു, യേശുവിൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ മുന്നിൽ നിർത്തി അവനോട് അപേക്ഷിച്ചു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഏതൊരു വിഷയമാകട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു വിഷയമാകട്ടെ, കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറയുണ്ടായി, ഞാനൊരു ചെറിയ മുട്ടുസൂചിക്ക് വേണ്ടിയാണെങ്കിൽ പോലും എൻ്റെ ദൈവത്തോട് പറയും. ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ, അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. അവർ ചെയ്തതെന്താ? വിക്കനായ ഊമനായ വ്യക്തിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവനോട് അപേക്ഷിച്ചു. നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വിഷയങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മുന്നിൽ വയ്ക്കുക, അവനോട് അപേക്ഷിക്കുക. എങ്കിൽ അവൻ സകലതും നന്നായി നമ്മുടെ ജീവിതത്തിൽ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയെ അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോകത്തിൽ നൽകി അതിശക്തമായ രാഷ്ട്രമായിട്ട് നിർത്തിയിരിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തുവാൻ സാധിക്കും. അവൻ സകലത്തിനും മതിയായവനാണ്. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിട്ടുള്ള ദൈവമാണ്. ആ ദൈവത്തെ ആശ്രയിക്കാം. വരുന്നകളിൽ ഈ സരസഭ അനുഗ്രഹിക്കപ്പെടുവാൻ, വളർച്ചയിലേക്ക് വരുവാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയായിട്ട് തരട്ടെ. നിങ്ങളെല്ലാവരെയും സർവകൃപാലുമായിട്ടുള്ളത് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ അവസരത്തിൽ സഭയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.